പയ്യൻ ഫോൺ വാങ്ങി തരാത്തോണ്ട് ഭയങ്കര കരച്ചില. അവൻ്റെ അച്ഛൻ്റെ കയ്യിൽ പൈസ ഇല്ല. അവൻ ഭയങ്കര കരച്ചിലായിട്ട് ഫോൺ വാങ്ങിച്ചു തരാൻ വേണ്ടി വാശി പിടിച്ച് കരഞ്ഞിട്ടിരിക്കുക. ഒട്ടും നടക്കത്തില്ല, ഫോൺ വാങ്ങിച്ചു തരത്തില്ലെന്ന് ഉറപ്പായപ്പോൾ അവൻ വീടിൻ്റെ പുറത്താട്ടിറങ്ങി ആ മതിലിൻ്റെ പുറത്ത് കയറി നിന്നിട്ട് ഭയങ്കര കരച്ചില്ല. വീടിൻ്റെ അകത്തായിട്ട് കയറത്തില്ല എന്ന് പറഞ്ഞ് ഭയങ്കര രീതിയിൽ നല്ല രീതിയിൽ അവൻ കരഞ്ഞിട്ടിരിക്കുക. ഏങ്ങലടിച്ച് അങ്ങനെ കരയുക. അങ്ങനെ ഏങ്ങലടിച്ചവൻ കരഞ്ഞിട്ടിരിക്കുക. അപ്പോൾ അവൻ്റെ അച്ഛൻ്റെ കണ്ണിൽ നിന്ന് അറിയാതൊരു ചെറുതായിട്ടൊരു വെള്ളം വീഴുന്നുണ്ട്, ഈ കണ്ണുനീര് വീഴുന്നുണ്ട്. അവൻ്റെ അച്ഛൻ്റെ കണ്ണിൽ നിന്ന് അറിയാതൊരു കണ്ണുനീര് ഇങ്ങനെ വീഴുന്നുണ്ട്. അപ്പോൾ അവൻ്റെ അമ്മുമ്മ അത് കാണുക, അച്ഛൻ്റെ അമ്മ, നമ്മുടെ പയ്യൻ്റെ അമ്മുമ്മ അത് കാണുക. പയ്യൻ്റെ അമ്മുമ്മ അത് കണ്ടിട്ടിരുന്ന ടൈമിൽ അച്ഛൻ കരയുവാണല്ലോ, ഈ മകൻ കാരണം. മകൻ കരയുന്ന മൂലം, മകൻ ഫോണിന് വേണ്ടി വാശി പിടിച്ച് കരയുന്നത് മൂലം അവൻ്റെ അച്ഛൻ കരയുന്നത് കൊണ്ട് പിന്നെ അമ്മുമ്മക്ക് സ്വാഭാവികമായിട്ട് സങ്കടം വരും. പക്ഷെ അമ്മുമ്മ പറയുക, അമ്മുമ്മ ആ പയ്യൻ്റെ മുഖത്ത് നോക്കി പറയുക, നീ ജനിച്ചെന്ന് തുടങ്ങിയതാണ് നിന്റെ അച്ഛൻ്റെ ശകുനം എന്ന് പറയുക. ആ മകൻ അത്രയും നേരം ആ ഒരു അരമണിക്കൂറോളം ഫോണിന് വേണ്ടിയാണ്, പുതിയൊരു മൊബൈൽ ഫോണിന് വേണ്ടിയാണ് വാശി പിടിച്ച് കരഞ്ഞതെന്നുണ്ടെങ്കിൽ ആ മകൻ്റെ ഉള്ളിലായിട്ട്, ആ മകൻ്റെ കാതിലായിട്ട്, ആ മകൻ്റെ മനസ്സിലായിട്ട് തുളച്ച് കയറിയത് ആ വാക്കുകളാണ്. നീ ജനിച്ചെന്ന് മുതലാണ് നിന്റെ അച്ഛൻ്റെ ശകുനം തുടങ്ങിയത്, നിന്റെ അച്ഛന് വയ്യാതായത്, നിന്റെ അച്ഛന് ശ്വാസം മുട്ട് തുടങ്ങിയത്, നിന്റെ അച്ഛൻ കരയാൻ തുടങ്ങിയത് നീ ജനിച്ചെന്ന് മുതലാ. പിന്നെ ആ ഫോൺ വേണമെന്നുള്ള ആഗ്രഹം ആ വാക്ക് കേട്ട് കഴിഞ്ഞുള്ള പിറ്റേ മിനിറ്റ് മുതൽ ആ പയ്യൻ്റെ മനസ്സിൽ നിന്ന് അപ്രത്യക്ഷമായി. ആ പയ്യൻ്റെ മനസ്സിലായിട്ട് അത് തുളച്ച് കയറി. ആ പയ്യൻ്റെ മനസ്സിലത് അത്രയും വേദന ഉണ്ടാക്കി. സ്വന്തം അച്ഛൻ വിഷമിക്കാൻ തുടങ്ങി, കഷ്ടകാലം തുടങ്ങി ഒരു മകൻ്റെ ജനനത്തോടെയാണെന്ന് ഒരാൾ പറയുമ്പോൾ, ഒരു അമ്മ പറയുമ്പോൾ, അമ്മൂമ്മ വാട്ട് എവർ ഇറ്റ് ഈസ്, വേറെ ആരായിക്കോട്ടെ അവർ പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു വേദന, ആ പയ്യൻ്റെ മനസ്സിലെ വേദന നിങ്ങൾ കാണാതെ പോയിരുന്നു. അങ്ങനെ ആ പയ്യൻ സ്വാഭാവികമായിട്ട് അമ്മൂമ്മയോട് മിണ്ടാതെയായി. ഒരു വാക്ക് പോലും സ്വന്തം വീട്ടിൽ ഒരുമിച്ച് കഴിയുന്ന ആൾക്കാർ മിണ്ടാതിരിക്കുമ്പോൾ, ഒരു ദിവസമെങ്കിലും മിണ്ടാതിരിക്കുമ്പോഴുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു ദിവസമെങ്കിലും അവർ മിണ്ടാതിരിക്കുമ്പോൾ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. ആ പയ്യൻ 1 വർഷം വേണ്ടിയില്ല, 2 വർഷം വേണ്ടിയില്ല, മൂന്നാമത്തെ വർഷം പോലും ആ പയ്യൻ ആ അമ്മൂമ്മയോട് മിണ്ടിയില്ല. കാരണം ആ പയ്യൻ്റെ മനസ്സിൽ അത്രത്തോളം വേദന ഉണ്ടാക്കിയിട്ടുണ്ട്, ആ പയ്യൻ്റെ മനസ്സിൽ അത്രത്തോളം നല്ല രീതിയിലേക്ക് വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ദിവസം പെരുന്നാപ്പടി തരാൻ വേണ്ടി, വിഷു കഴിഞ്ഞിട്ട് തരുന്ന പോലെ പെരുന്നാപ്പടി തരുമല്ലോ, പെരുന്നാപ്പടി തരാൻ വേണ്ടി പൈസ അമ്മൂമ്മ 50 രൂപ എടുത്ത് നീട്ടിയപ്പോൾ പയ്യൻ തട്ടിക്കളഞ്ഞിട്ട് വേണ്ടെന്ന് വിചാരിച്ച് പോയി. എല്ലാവരുടെയും പ്രഷർ ഉണ്ടായിരുന്നു, എല്ലാവരും പറഞ്ഞു മിണ്ടണം. റിലേറ്റീവ്സ് പറഞ്ഞു, ഫാമിലി പറഞ്ഞു, ഫ്രണ്ട്സ് പറഞ്ഞു, എല്ലാവരും പറഞ്ഞു മരിച്ചു പോണ മനുഷ്യരാണ്, അവർക്ക് പ്രായമുള്ള ആൾക്കാരാണ്, നമ്മൾ മിണ്ടണം, പിന്നീട് നമ്മളതോർത്ത് റിഗ്രറ്റ് അടിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ആ പയ്യൻ്റെ മനസ്സിൽ ഈഗോ വളർന്നു. കാരണം നമ്മളൊരാളുടെ സ്വാഭാവികമായിട്ട് കുറച്ച് നേരം ഉണ്ടായിരിക്കുമ്പോൾ, കുറച്ച് മാസങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ, കുറച്ച് വർഷങ്ങൾ ഉണ്ടാതിരിക്കുമ്പോൾ നമ്മൾ അയാളോട് വീണ്ടും മിണ്ടുവാൻ നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും. സങ്കടമല്ല, നമ്മുടെ ഈഗോ അതിന് സമ്മതിക്കത്തില്ല. ആദ്യം മിണ്ടണം, നമ്മളാദ്യം മിണ്ടാൻ പാടില്ല, അവരാദ്യം മിണ്ടണമെന്നുള്ള ചിന്താഗതിയായിരിക്കും. പിന്നീട് നമ്മളാദ്യം മിണ്ടാലും നമുക്ക് മിണ്ടാൻ വേണ്ടി ഒരു മടിയുണ്ടാവും. നമുക്ക് മിണ്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിണ്ടാൻ വേണ്ടി ഒരു മടിയുണ്ടാവും. ആ മുമ്മേനോട് 3 വർഷവും ഉണ്ടായിരുന്നു. 3 വർഷം ഒരേ വീട്ടിൽ താമസിക്കുന്ന 2 പേര് തമ്മിൽ 3 വർഷം മിണ്ടാതിരിക്കുമ്പോൾ എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കണം. ആ പയ്യൻ്റെ മനസ്സിൽ അത്രത്തോളം വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. നീ ജനിച്ചെന്ന് മുതലല്ലേ നിൻ്റെ അച്ഛൻ ഇത്ര ശകുനം വന്നത്, നിൻ്റെ അച്ഛൻ്റെ കഷ്ടപ്പാട് തുടങ്ങിയെന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു ദിവസം സംഭവിച്ചു. പെട്ടെന്നൊരു ദിവസം അമ്മ മരിച്ചു. ആ കഥയിൽ പറഞ്ഞ പയ്യൻ ഞാനാണ് ആ പയ്യൻ. ആ കഥയിൽ പറഞ്ഞ പയ്യൻ ഞാനാണ്. അമ്മൂമ്മ മരിച്ച കഥ മാത്രമേ നിങ്ങൾക്ക് അറിയാവുള്ളൂ. അമ്മൂമ്മ ഒരു 3 വർഷം കഴിഞ്ഞപ്പോൾ ആ ഒരു ഇതിൽ എൻ്റെ ഡിഗ്രി കാലഘട്ടത്തിൽ മരിച്ചു. അമ്മൂമ്മ മരിക്കുന്നതിന് ഒരു 6 മാസം മുമ്പ്, ഒരു 8 മാസം മുമ്പ് ആക്ച്വലി കൊറോണ വൈറസ് നമ്മുടെ എല്ലായിടത്തും വന്നു തുടങ്ങിയല്ലോ. ആ കൊറോണ വൈറസ് വന്നപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, മീൻസ് നമ്മുടെ ഇതിൽ പറയുമല്ലോ, നിങ്ങളുടെ എല്ലാവർക്കും മനസ്സിലാൻ വേണ്ടി പറയണം, അച്ഛൻ, അമ്മ, അനിയത്തിയൊക്കെയാണ് വീട്ടിലുള്ളത്. അനിയത്തി, അമ്മൂമ്മ, ഞാനായിരുന്നു ആ ടൈമിൽ വീട്ടിലുള്ള. അവർ 3 പേരും കൊറോണ ടെസ്റ്റ് ചെയ്യാൻ ഹോസ്പിറ്റലിലായിട്ട് പോയി. അപ്പോൾ ഈ അമ്മൂമ്മ മരിക്കുന്നതിന് ഞാൻ അപ്പോഴും മിണ്ടാറില്ല. അമ്മയോട് ഞാൻ എപ്പോഴും മിണ്ടാറില്ല. ആ ടൈമിൽ അമ്മൂമ്മ ബെഡിൽ കിടത്തി ഇങ്ങനെ പനിച്ച് വിറക്കുക. കൊറോണ ഉണ്ടായിരുന്നു തോന്നുന്നു, പനി നല്ല രീതിയിൽ ഉണ്ടായിരുന്നു, പനിച്ച് വിറക്കുക. വീട്ടിൽ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഒരു മിണ്ടാത്ത ഒരാൾ. ഞാൻ മിണ്ടത്തില്ല അമ്മൂമ്മേനോട്, അമ്മൂമ്മ എന്നോട് മിണ്ടത്തില്ല, ഞാൻ മിണ്ടാത്ത ഒരാൾ. അമ്മൂമ്മ എന്നോട് മിണ്ടാത്തത് എനിക്കെന്താ കാര്യമൊന്നും അറിയത്തില്ല, ചിലപ്പോൾ ഞാൻ മിണ്ടാത്തത് കൊണ്ടാണ്, അല്ലെന്ന് പറയാൻ പറ്റുന്നില്ല. പനിച്ച് വിറച്ച് കിടക്കുന്ന ഹാളിനടുക്ക് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല.
ആ വെപ്രാളം ആ പരവേശം കണ്ടപ്പോൾ ഞാൻ ചെന്ന് പുതപ്പിട്ട് മൂടി. അപ്പോൾ വരെ എൻ്റെ മനസ്സിലാ വാക്കുണ്ടെങ്കിൽ പോലും അതൊക്കെ മറന്ന് എനിക്ക് സ്നേഹം തന്നെയാണല്ലോ എല്ലാവരോടും. അതൊക്കെ മറന്ന് ഞാൻ ചെന്ന് പുതപ്പ് ഇട്ട് മൂടി. കുറച്ച് ചൂടുവെള്ളം വേണമെന്ന് ചോദിച്ച് ചൂടുവെള്ളം എടുത്ത് കൊടുത്ത് ആ ഒരു സിങ്കായി. പിന്നെ കൊറോണയൊക്കെ മാറി. പിന്നെ പിറ്റേ ദിവസം ഒരു മിണ്ടാൻ തുടങ്ങി പഴയ പോലെ രീതിയിലായി. 3 വർഷം കഴിഞ്ഞാണ് സംഭവിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണം. 3 വർഷം എന്ന് പറയുമ്പോൾ എത്ര ദിവസം? 365 × 3 കൂട്ടി നോക്കണം. അത്രയും ദിവസം മിണ്ടായിരുന്നു. കഴിഞ്ഞിട്ട് ബ്രേക്കിന് ശേഷം ആ ഒരു അസുഖം വേണ്ടി വന്നു. ആ ഒരു ചെറിയൊരു അസുഖം വേണ്ടി വന്നു എനിക്ക് എൻ്റെ അമ്മൂമ്മേനോട് മിണ്ടാനും എൻ്റെ സ്നേഹവും എൻ്റെ കരുതലും എൻ്റെ ഇതും. പക്ഷേ എൻ്റെ മനസ്സിൽ അത്രത്തോളം മുറിവുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് അധികം കാലം നിലനിന്നില്ല എന്ന് പറയുന്നതാണ് സത്യം. നിലനിന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ അമ്മൂമ്മക്ക് ഒരു രോഗം സ്ഥിരീകരിച്ചത്. അതൊരു മാറാ രോഗമാണ്. അത് മാറത്തില്ലെന്ന് ഡോക്ടർമാരെല്ലാം വിധി എഴുതി. എല്ലാവരും പറഞ്ഞു മാറത്തില്ല. ഡോക്ടർമാർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടിടാം, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾക്ക് വേണേൽ കണ്ടുകൊണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അമ്മൂമ്മേനെ വീട്ടിൽ വെച്ച് തന്നെ കണ്ടിട്ടിരിക്കാം. ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ 4-5 മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു 2 മാസം കൂടി അമ്മൂമ്മ ഉള്ളെന്ന് പറഞ്ഞു. അമ്മൂമ്മ മരിച്ചു. ഒരു ദിവസം പെട്ടെന്ന് മരിച്ചു. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, അമ്മൂമ്മയുടെ രോഗം സ്ഥിരീകരിച്ച് കഴിഞ്ഞ് അമ്മൂമ്മ രോഗിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാണ് ഞാൻ അമ്മൂമ്മയോട് മിണ്ടിയായിരുന്നെങ്കിൽ എനിക്ക് ഇപ്പോഴും മനസ്സമാധാനവും എനിക്കിപ്പോഴും ഒരു നിലനിൽക്കാനും എനിക്ക് ഇവിടെ നിൽക്കാനുള്ള ഇതുപോലും കിട്ടത്തില്ലായിരുന്നു. ഒരു സമാധാനം, കിടന്നുറങ്ങാനും ഇരിക്കാനും നിൽക്കാനും ഭക്ഷണം കഴിക്കാനുള്ള സമാധാനം കിട്ടത്തില്ലായിരുന്നു. ഒരാൾ രോഗിയാണ്, അത് കഴിഞ്ഞിട്ടാണ് ഒരാൾ തിരിച്ചറിഞ്ഞ് അയാളുടെ മിണ്ടി സഹതാപം കൊണ്ട് സെൻറ്റിമെൻറ്റ്സ് കൊണ്ട് മിണ്ടിയായിരുന്നുണ്ടെങ്കിൽ അത് എനിക്ക് ഒട്ടും ശരിയാവത്തില്ല, ഒട്ടും അത് അക്സെപ്റ്റബിളും അല്ലായിരുന്നു. പക്ഷേ ഞാൻ ആ കൊറോണ ടൈമിൽ അമ്മൂമ്മ വയ്യാണ്ട് കിടക്കുമ്പോൾ ആ ഒരു ഇത് പരിചരിച്ച് മിണ്ടി 1, 2, 3, 4, 5 മാസം ഞങ്ങൾ പഴയ പോലെ സിങ്കായ 6-ാമത്തെ മാസമാണ് അമ്മൂമ്മക്ക് ഈ രോഗം സ്ഥിരീകരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അമ്മൂമ്മ മരിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അത് നമുക്ക് പാർട്ട് 2 ആയിട്ട് ഇറക്കാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ. ഇഷ്ടപ്പെടാനൊന്നുമില്ല, ഇത് എൻ്റെ ലൈഫ് സ്റ്റോറി തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അധികം ആരോടും മിണ്ടാതിരിക്കാം. 1 ദിവസം 2 ദിവസമൊക്കെ മിണ്ടാതിരിക്കാം. പക്ഷേ കുറേ നാളുകൾ, കുറേ മാസങ്ങൾ, കുറേ വർഷങ്ങൾ ആരോടും മിണ്ടാതിരിക്കരുത്. കാരണം നമ്മളെപ്പോഴാണ് മരിച്ചു പോകുന്നത്, അവരെപ്പോഴാണ് മരിച്ചു പോകുന്നത്, ആരുടെയും പ്രഡിക്റ്റബിൾ അല്ല. ലൈഫ് ഈസ് എ വെക്കേഷൻ. ജസ്റ്റ് ഒരു വെക്കേഷന് വേണ്ടി നമ്മുടെ സ്കൂളിൽ 2 മാസം വെക്കേഷൻ കിട്ടുന്ന പോലെ നമുക്ക് ആ വെക്കേഷൻ 2 മാസത്തെ വെക്കേഷൻ എപ്പോഴാണ് തീരുന്നതെന്ന് നമുക്കറിയാൻ പറ്റും. നമുക്കറിയാൻ പറ്റും. പക്ഷേ ഈ വെക്കേഷൻ എപ്പോഴാണ് തീരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. അവരാണോ നമ്മളാണോ എപ്പോഴാണോ ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറേ കാലങ്ങൾ, കുറേ മാസങ്ങൾ, കുറേ വർഷങ്ങളായിട്ട് ഒരാളോട് മിണ്ടാതിരിക്കുമ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് നമുക്ക് കിട്ടുന്ന ആ ഒരു അവസരങ്ങളാണ് പോകുന്നത്. എനിക്ക് ആ നഷ്ടപ്പെട്ടു പോയ 3 വർഷങ്ങൾ ഓർത്ത് ഞാൻ ഇപ്പോഴും സങ്കടപ്പെടുന്നുണ്ട്. എൻ്റെ അമ്മൂമ്മയായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റിയ, എൻ്റെ അമ്മൂമ്മയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ, എൻ്റെ അമ്മൂമ്മേനെ സ്നേഹിക്കാൻ പറ്റിയ, അമ്മൂമ്മക്ക് എന്നോട് സ്നേഹിക്കാൻ പറ്റിയ, ഞാൻ ഉമ്മാമെന്നാണ് വിളിക്കുന്നത്, ഉമ്മാമ്മക്ക് സ്നേഹിക്കാൻ പറ്റിയ ആ 3 വർഷത്തോട് ഞാൻ നല്ല റിഗ്രറ്റ് അടിക്കുന്നുണ്ട്. ആ 3 വർഷം മിണ്ടാതിരുന്ന, ആ 3 വർഷം ആ പൈസ നീട്ടിയിട്ട് തട്ടി മാറ്റിയ ആ ഒരു ദിവസം, അതൊക്കെ ഞാൻ നല്ലപോലെ റിഗ്രറ്റ് അടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 5 മാസം എനിക്ക് കിട്ടി സ്നേഹിക്കാനെന്നാലും 6-ാമത്തെ മാസം ഉമ്മമ്മ പോയി. അപ്പോൾ എല്ലാവരും എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരോടും മിണ്ടണം. നിങ്ങൾ പിണക്കമാണെങ്കിലും അധികം നാളൊന്നും വെച്ചുകൊണ്ട് നിൽക്കരുത്. അപ്പോൾ ഇതിൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം അതിനുള്ള മാനസികാവസ്ഥയിലല്ല എനിക്ക് പറയാൻ പറ്റിയ. അപ്പോൾ എല്ലാവർക്കും സുഖമായിട്ടിരിക്കണം. എല്ലാവരോടും മിണ്ടണം. വീണ്ടും സന്ധിക്ക് വരെ വണക്കം. ലവ് യു ഓൾ.